വിഷയത്തിനകത്ത് ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഇത് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ കടകളുടെ വിഷയമല്ല എന്നുള്ളത് രേഖാമൂലം തന്നെ തെളിയിക്കാൻ ഒരുക്കമാണ് എന്നുകൂടി പറയുന്നു ശ്രീ യേശുക്കൂർ. ഇപ്പോൾ BJP ആലപ്പുഴ ജില്ലാ ഭാരവാഹി ശ്രീ കെ സോമനും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കെ സോമൻ, കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് കൃത്യമായൊരു നിലപാട് പറയുന്നുണ്ട്. രാജഭരണകാലമാണോ മുഖ്യമന്ത്രി വരുമ്പോൾ ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങളും വിലക്കുകളും കൊണ്ടുവരാനെന്ന് ചോദിക്കുന്നു. BJP ഒരു രാഷ്ട്രീയ പ്രതികരണത്തിലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വരുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പരിപാടിക്കല്ല. അദ്ദേഹം ഇന്ന് വരുന്നത് ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി 30 വർഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ആദരവ് നടക്കുന്ന സമ്മേളനത്തിലേക്കാണ് വരുന്നത്. അവിടെ ആരെ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ പാവപ്പെട്ട വ്യവസായികളെ, വ്യാപാരികളെ ഭീഷണിപ്പെടുത്തി കടയടപ്പിച്ച് ഇങ്ങനെ ഒരു പോലീസിന്റെ സന്നാഹം ഏർപ്പെടുത്തുന്നത്? എന്ത് സുരക്ഷയുടെ പേരിലാണെങ്കിലും ന്യായീകരിക്കാൻ സാധ്യമല്ല. എന്തിനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ അവിടെ കട തുറന്നു വെച്ചിരുന്നാൽ എന്ത് സുരക്ഷാ പ്രശ്നം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്? ഇത് ഭീതിയുണ്ടാക്കി, ഇല്ലാത്ത ഒരു ഭീതിയുണ്ടാക്കി വ്യാപാരി സമൂഹത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നടത്തുന്ന ഒരു ഹീനമായിട്ടുള്ള ശ്രമമാണിത്. എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ പരിഹാസ്യനാവുന്നത്? ഈ വരുന്ന സ്ഥലം വയലാറിന്റെ പ്രദേശമാണ്. വയലാർ സമരഭൂമി അടക്കമുള്ള പ്രദേശമാണ് ചേർത്തല. അവിടേക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത ഭീതി ഉണ്ടാക്കി ഈ വ്യാപാരി സമൂഹത്തെ ദ്രോഹിക്കുന്നത് എന്നതിനാണ് മറുപടി പോലീസ് പറയേണ്ടത്. ഇതിനെ ന്യായീകരിക്കുന്ന CPMന്റെ നേതൃത്വവും അതാണ് പറയേണ്ടതെന്നാണ് BJPയുടെ അഭിപ്രായം. ഓക്കെ, ശ്രീ കെ സോമൻ കൂടിയാണ് പ്രതികരിച്ചത്. ശരണ്യ സ്നേഹജൻ വീണ്ടും ചെയ്തു. ശരണ്യ, 38 കടകൾക്ക് നോട്ടീസ് എന്ന് പോലീസ് പറയുന്നു. ഒന്നോ രണ്ടോ കടകൾക്ക് മാത്രമേ നിർദ്ദേശമുള്ളൂ എന്ന് CPM. കോൺഗ്രസ് പറയുന്നത് 100-ലേറെ കടകൾ, പൊളിഞ്ഞു കിടക്കുന്ന കടൽപ്പാലം തൊട്ട് വടക്കങ്ങോട്ട് മുഴുവൻ കടകൾക്ക് നിർദ്ദേശമുണ്ട് എന്നുകൂടി പറയുന്നു. ഏത് തരത്തിലാണ് അതിന്റെ അപ്ഡേറ്റുകൾ? അപർണ, ഇന്നലെ രാത്രി നമ്മൾ ആ സ്ഥലത്ത് നോട്ടീസ് നൽകുന്ന സമയത്തുണ്ടായിരുന്നു. അതായത് ആലപ്പുഴ ബീച്ച് മുതൽ വടക്കോട്ട്, കടൽപ്പാലം മുതൽ വടക്കോട്ടുള്ള കടകൾക്കെല്ലാമാണ് നോട്ടീസ് നൽകിയിരുന്നത്. അതിൽ തന്നെ ആദ്യം പോലീസ് നോട്ടീസ് നൽകിയിരുന്നത് പോർട്ടും തുറമുഖ വകുപ്പും പോലീസും ചേർന്ന് നോട്ടീസ് നൽകിയിരുന്നത് സിലിണ്ടറുകൾ പ്രവർത്തിക്കുന്നത്, അതായത് ഈ ബജ്ജി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. അത്തരം കടകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം മാത്രമാണ് നൽകിയിരുന്നത്. അതിനുശേഷമാണ് രാത്രി നമ്മൾ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന സമയത്താണ് സൗത്ത് പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ട് അവർക്ക് അതല്ല, അത്തരത്തിലൊരു വേർതിരിവില്ല, മുഴുവൻ കടകളും അടയ്ക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയത്. 22ഓളം കടകൾ ആണ് ആദ്യ നിർദ്ദേശം. പിന്നീട് കടകൾ കൂട്ടി ചേർക്കുകയായിരുന്നു. 11ഓളം, ഏകദേശം 34ഓളം കടകൾക്ക് ഇത്തരത്തിൽ അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ കാണുന്ന നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സൈഡിൽ ചേർന്ന് നിൽക്കുന്ന കടകൾ മാത്രമല്ല, അവിടെ ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന ചെറിയ വാഹനങ്ങൾ, അതായത് നീക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഐസ്ക്രീം കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. അവര് ഈ പറഞ്ഞ പോലെ ബീച്ചിലേക്ക് ഇത് വലിച്ചു കൊണ്ടുപോയി അവിടെയാണ് ഇവർ കച്ചവടം നടത്തുന്നത്. അവരെല്ലാവരും പോർട്ടിന് പണം അടച്ച് അതിന്റെ പെർമിഷൻ വാങ്ങി കച്ചവടം ചെയ്യുന്ന സാധാരണ ചെറുകിട കച്ചവടക്കാരാണ്. അവർക്കാർക്കും, അതായത് അവിടെ ആ സൈഡിൽ മാത്രമുള്ള കടകളില്ല, അങ്ങനെ ഇറങ്ങി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വരെ നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഈ 34ഓളം കടകൾക്ക് പോലീസിന്റെ തന്നെ സൗത്ത് പോലീസിന്റെ കണക്കാണിത്. അവിടെ ഉള്ള കച്ചവടക്കാർ പറയുന്നത് ഇതിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും സൗത്ത് പോലീസിന്റെ കണക്ക് പ്രകാരം ഈ 34ഓളം കടകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റേതായ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗ്യാസ് സിലിണ്ടറുകൾ പ്രവർത്തിക്കുന്ന കടകൾക്ക് ഞാൻ വരാം ശരണ്യ. ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ ശ്രീ ഷാജി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ